അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഉപകാരപ്പെടാവുന്നൊരു വസ്തുവാണ്. നമുക്കത് ആവശ്യമില്ല. അപ്പോൾ ആരാണോ ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മളേറ്റ് ഏറ്റവും ബന്ധപ്പെട്ട രണ്ട് ആവശ്യക്കാർ വന്നു. അപ്പോൾ രണ്ട് ആവശ്യക്കാർ വന്നപ്പോൾ ഒരു കൂട്ടർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കൂട്ടക്കാർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയുന്നു ഇന്നവരും കൂടെ അത് ചോദിച്ചിരുന്നു. അപ്പോൾ അവരോട് എന്തെങ്കിലും ഒരു ചെറിയൊരു കളവ് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക? ഒരു കളവ് എന്തായാലും പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ്. കാരണം നമുക്കതുകൊണ്ടൊരു ഉപകാരമുണ്ടെങ്കിൽ പോലും ഒരു കളവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു പ്രത്യക്ഷമായൊരു നുണ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ പല സന്ദർഭങ്ങളിലും പരസ്പരം പിണങ്ങാതിരിക്കാനും തെറ്റാതിരിക്കുവാനും തെറ്റിദ്ധരിക്കാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നുണ പറയുന്ന ഒരു പ്രവണത പലരിലും കാണാൻ പറ്റും. ആ നുണ അധർമ്മമാണ്. അധർമ്മം നരകത്തിലേക്കുള്ള വഴിയാണ്. ഒരു കാരണവശാലും കളവ് പറയരുത് എന്നുള്ളതാണ്. ഇതിവിടെ പറയാൻ കാരണം ഒരു നിലപാട് വേണം എന്ന് നമ്മൾ എപ്പോഴും പറയും. നമുക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കൊരു നിലപാട് വേണം. എന്താണ് നമ്മുടെ നിലപാട്? ഞാനൊരു വിശ്വാസിയാണെന്ന നിലക്കുള്ള വിശ്വാസപരമായൊരു നിലപാടാണ് നമ്മുടെ നിലപാട്. നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ നിസ്കരിക്കാതിരിക്കൂ. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കണമെന്ന് നമ്മുടെ ഒരു നിലപാടാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ നിസ്കാരം ഒഴിവാക്കൂല. അപ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് നിസ്കരിക്കുന്നത്. പക്ഷേ പല ആളുകൾക്കും സാധിക്കാതെ വരുന്നത് പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതിരിക്കുന്നു എന്നതാണ്. നമുക്ക് നിലപാടുണ്ട്, പക്ഷേ ആ നിലപാടുകളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്ന അടിസ്ഥാനപരമായ ഒരു തകരാറ്. ഇതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ. എന്തുതന്നെ സമ്മർദ്ദങ്ങൾ നമ്മുടെ മക്കൾ ചെലുത്തിയാലും അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല. നമ്മുടെ നിലപാടാണ്. ഭർത്താവോ ഭാര്യയോ എന്തു തന്നെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാലും നമുക്ക് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ മാത്രമേ നമ്മളൊരു നിലപാടുള്ളവനാവുകയുള്ളൂ. പല ആളുകളും നിലപാടുകൾ പാലിക്കാതിരിക്കുന്നത് ചില ബന്ധുക്കളും കുടുംബങ്ങളുമൊക്കെ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോഴാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വിവാഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെയും നിലപാടുകളെയും നമ്മൾ തൽക്കാലം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കും. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. ഇപ്പോൾ ഉദാഹരണം വരികയാണെങ്കിൽ ഇപ്പോൾ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ഉള്ള വസ്ത്രധാരണം അത് ഇസ്ലാമികമാകണമല്ലോ. നമുക്കെവിടെയെങ്കിലും ഒരിളവുണ്ടോ? മതപരമായി ആ സമയത്ത് ഇസ്ലാമിക വസ്ത്രം വേണ്ടാന്നിട്ട് അന്നാണ് വേണ്ടത്. കാരണം ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു പ്രായക്കുറവുള്ള ഒരു പെൺകുട്ടി എന്ന നിലക്ക് സ്വാഭാവികമായും സമ്പൂർണ്ണമായ ഇസ്ലാമികമായ വസ്ത്രങ്ങൾ അവർ ധരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ചടങ്ങുകളിലും പരിപാടികളിലുമെല്ലാം അനിസ്ലാമികമായ കാര്യങ്ങൾ വരാതിരിക്കുവാനുള്ള ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും അത് ഞാൻ വിചാരിച്ചിട്ട് നടന്നില്ല, നമുക്കതങ്ങനെ നടപ്പിലാക്കാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായി നിൽക്കും. അതൊക്കെ നമ്മൾ വളരെ ബുദ്ധിപരമായി നമ്മൾ ആലോചിക്കണം. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക? ഇപ്പോൾ ഒരു വിവാഹ അന്വേഷണം വരുന്നു, ഏകദേശം നടക്കാവുന്ന ഒരു കാര്യമായി. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഇപ്പോൾ നിങ്ങളും നമ്മളും തമ്മിലുള്ള ഒരു പ്രധാനമായ യോജിപ്പ് നമ്മൾ ദീനിയായ രണ്ട് കുടുംബങ്ങളാണെന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായ യോജിപ്പ്. അത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ ദീനുള്ളവരാണെങ്കിൽ നമ്മളെ വേറൊരാൾ സെലക്ട് ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ അർത്ഥം എന്താണ്? അവർ ദീനിനെ താല്പര്യപ്പെടുന്നതാണ്. അപ്പോൾ അവർക്കും ദീനുണ്ട്, നമുക്കും ദീനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദീനിൻ്റെ നിലപാടനുസരിച്ച് പോകുന്ന ആളുകളാണ്.
ഞങ്ങൾ ഈ നാട്ടിൽ അങ്ങനെ ദീനിൻ്റെ ആളുകളായിട്ടാണ് അറിയപ്പെടുന്നതും നമ്മൾ ജീവിതത്തിൽ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് ദീനിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞങ്ങൾക്കൊരു വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകണ്ട, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ എന്താണ്, വിവാഹത്തിലൂടെ പിന്നെ മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഈ നിബന്ധന നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് നയങ്ങളും അവിടെ പറയാൻ പറ്റും. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് അവരുടെ. അപ്പം ഇനി അവർക്ക് എന്തെങ്കിലും അത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബന്ധുക്കളുടെ സമ്മർദ്ദമുണ്ടെങ്കിൽ, അത് ഇവർ വിവാഹ സമയത്ത് പറഞ്ഞൊരു വ്യവസ്ഥയാണ്, അത് നമുക്ക് ലംഘിക്കാൻ പറ്റില്ലെന്ന് അവർ പറയും. അപ്പോൾ നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് പ്രകാരമേ ചെയ്യൂ എന്ന നിർബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് സാധ്യമാകൂ. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ദീനിയായ നിലപാടുകളെ കൈവിടാതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ നമ്മൾ തൽക്കാലം മറന്നാൽ, അള്ളാഹു നമ്മളെ മറന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിക്കുന്നത് നല്ലതാണ്.